ഇരിക്കുന്ന ആണുങ്ങളോട് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ കരുതരുത്. നിങ്ങളെ വീട്ടിൽ നിന്ന് മക്കൾ സ്കൂളിൽ പോയാൽ ആ സ്കൂളിലെ മീറ്റിംഗിൽ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളല്ലാതെ നിങ്ങൾ എത്ര തവണ പോയിട്ടുണ്ട്? എന്നും നമ്മുടെ മക്കളുടെ സ്കൂൾ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന, മദ്രസ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആണുങ്ങളൊന്ന് കൈബന്ധിക്കും. പടച്ചോനോർത്തിട്ട് ഇനിയെങ്കിലും നമുക്ക് തിരുത്തണം. കണ്ടോ, ഇനി ഇവിടെ സ്ത്രീകൾ സ്കൂളിലെ മീറ്റിംഗ് പോകുന്ന സ്ത്രീകളൊന്ന് കൈബന്ധിക്കും. പൊന്നിച്ചോടി, അമിൻ താത്തേ, ഐഷ താത്തേ, സുബൈദ താത്തേ, ഏറ്റവും കൂടുതൽ അത് തന്നെയാണ് നമ്മുടെ കുഴപ്പം. സ്ത്രീകൾ കുഴപ്പമെന്നല്ല, ചില അഭിപ്രായങ്ങൾ സ്ത്രീകൾക്ക് പറയാൻ കഴിയും. ലിബറലിസം ഒക്കെ നടപ്പാക്കുമ്പോൾ ആണുങ്ങളാണ് എണീറ്റെന്ന് 2 ഡയലോഗ് പറയാൻ പറ്റും. ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു അല്ലേ വാപ്പ പറയുന്നത്? ജീവിതത്തിൽ 5 മിനിറ്റ് മക്കളെ മീറ്റിംഗ് പോയിരിക്കാൻ പറ്റാത്ത നിങ്ങൾ എന്താ? ഞാൻ എന്റെ മക്കളോട് ചോദിക്കുന്നത്, മക്കളെ നിങ്ങൾക്ക് ആരാ കൂട്ടുകാര്, ആരാ കൂട്ടുകാരികള്, ഒന്ന് പറഞ്ഞു തരൂ. അവരൊക്കെ വീട്ടിലൊന്ന് കൊണ്ടുവരൂ, നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ മക്കൾ ഏത് വേഷം ധരിച്ച കുട്ടികളുടെ കൂടെയാ? ചുണ്ട് നിറയെ ലിപ്സ്റ്റിക് ഇട്ട്. ആലോചിച്ചു നോക്ക്. ഈ അടുത്ത കാലത്ത് വ്യാപകമായ ഒരു കാര്യമാണ്. 1.5 കിലോ പുട്ടിയൊക്കെയാണ് മുഖത്തിടുന്നത്. ഞാൻ ഉണങ്ങി വരേണ്ട ഒന്നിനെ കൊണ്ടുവരുന്ന പിന്നെ ഐശ്വര്യ റായിന്റെ മാതിരിയാ. എന്നിട്ട് ആശാരിന്റെ ഉള്ളി എടുത്ത് മുഖത്ത് അങ്ങനെ ആക്കിയാൽ 1.5 കിൻഡൽ പുട്ടി ഇങ്ങോട്ട് വീണു വരും, ചോക്ലേറ്റ് വെക്കുന്ന മാതിരി. ഞാൻ തമാശ പറയല. ഇവിടെ ഇങ്ങനെ പറ്റി അപ്പൊ ഭർത്താവ് വന്നിട്ട് ആയില്ലേ പോകാനായില്ലേ, അപ്പോ ഈ കളർ ശരിയായില്ല, അടുത്ത് പരട്ടി. ഞാൻ ചോദിക്കുന്നത് എന്തിനാ, ആര് കാണാനാ? പറഞ്ഞോളി, ആര് കാണാനാ ഇത് ചെയ്യുന്നത്? അന്യപുരുഷന്മാര്, തരക്കേടില്ലാത്തതാണ് സത്യം. ഇത്രയും നീചമായൊരു മനസ്സ് നമുക്ക് എവിടുന്ന് കിട്ടി? ഞാൻ കണ്ണൂർ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. അപ്പൊ അതിന്റെ തൊട്ട് പിറകിലെ വീട്ടിലൊരു പെണ്ണ് മരിച്ചിരിക്കുന്നു, 28 വയസ്സുള്ള ഒരു സ്ത്രീ. അത് കഴിഞ്ഞ് രാത്രി പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പൊ ഞാൻ ആ വീട്ടിൽ വീണ്ടും അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഈ കുട്ടി മരിച്ചത് നാവിൽ ക്യാൻസർ ബാധിച്ചിട്ടാണ്, ചുണ്ടിൽ ലിഫ്റ്റ് കിട്ടതിന്റെ പേരിലാണ്. നിങ്ങൾ ആലോചിച്ചു, 3 ചെറിയ പൊടി മക്കളുള്ള സ്ത്രീയാ. കഴിഞ്ഞ ദിവസം ഒരു ചെറിയോളം മരിച്ചു. എന്താ കാരണം? അത്ര മാരകമായ കാര്യമാണ്. സാനിയോ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായിട്ടുള്ള പരിശോധനയിൽ വെളിവായത്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിലാണെങ്കിൽ മെർക്കുറി കൂടുതൽ. ഇനി ജിമ്മിൽ പോയി പ്രോട്ടീൻ പൗഡർ കിട്ടുന്നു എന്നതിൻ്റെ പേരിൽ കിട്ടുന്ന സാധനങ്ങളിലൊക്കെ വലിയ രീതിയിൽ സ്റ്റീറോയിഡുകൾ, ഇതെല്ലാം ശരീരത്തിന് അങ്ങേയറ്റം ഹാനികരമായ പദാർത്ഥങ്ങളാണ് എന്നല്ലേ ഇപ്പോൾ അന്വേഷണം നടത്തിയവർ കണ്ടെത്തിയിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ ഭാഗമായി 2 പരിശോധനകളാണ്, 2 ഓപ്പറേഷനുകളാണ് അവർ നേതൃത്വം കൊടുത്തത്. ഒന്ന് ഓപ്പറേഷൻ സൗന്ദര്യ, മറ്റൊന്ന് ഓപ്പറേഷൻ ശരീര സൗന്ദര്യ. ഒന്ന് മുഖവും മുടിയും ഒക്കെ സൗന്ദര്യം വരുത്തുന്ന പരിപാടി, മറ്റൊന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മസിലുകൾക്ക് സൗന്ദര്യം വരുത്തുന്ന പരിപാടി. 2ലും വ്യാപകമായി കണ്ടെത്തിയിരിക്കുന്നത് മെർക്കുറിയുടെയും അതുപോലെ സ്റ്റിറോയിഡുകളുടെയും അംശമാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് വരുന്നത്. അതായത് ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി ഇവിടെ ഡീറ്റെയിലുകൾക്ക് സമയമില്ല. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 138 ഒരു കാര്യം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ചുണ്ടിന് നൽകിയ നിറമാണ് നിങ്ങളുടെ ശരീരത്തിന് നല്ലത്. അതായത് നമ്മുടെ ചുണ്ടിനെ നാവുകൊണ്ട് നോക്കിയാൽ ശരീരത്തിനുള്ളിലേക്ക് മാലിന്യങ്ങളൊന്നും പോകുന്നില്ല. പക്ഷെ ചുണ്ടിൽ കളർ പരട്ടിയാൽ ആ കളറോട് കൂടിയാണ് പോണത്. അത് കിഡ്നിയെ, ആന്തരിക അവയവങ്ങളെ കംപ്ലീറ്റ് അടിച്ചില്ലാതായി. ശരിക്കും അത് മനസ്സിലാക്കുക. എന്തിനാണ്? ലോകത്ത് ആയുധം വിൽക്കലാണ് ഏറ്റവും വലിയ പണം മുടക്കുന്നത്. രണ്ടാമത്തെ സ്ത്രീകളുടെ കോസ്മെറ്റിക് ഐറ്റംസിനാണെന്ന പഠനം നമ്മൾ ഞെട്ടിക്കുന്നില്ലേ? മുസ്ലിങ്ങളെ, അള്ളാനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്ങനെയാണ് പടച്ചോനെ പോയി കാണുക? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മക്കൾ ചെയ്യുന്നത്? നമ്മുടെ മക്കൾക്ക് ഏത് കാലത്താണ് പക്വത ഉണ്ടാകുക? സുഹൃത്തുക്കളെ,